ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ഹെൽത്തി കഞ്ഞിയാണേ. നമുക്ക് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറുപയർ ചെറുപയർ എനിക്ക് മാത്രം ആയതുകൊണ്ട് ഞാനൊരു 2 പിടി ചെറുപയറേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുപയർ നല്ലപോലെ കഴുകിയെടുത്തു. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ആശാളി, ചെറിയ ജീരകം, ഉലുവ. ഓക്കെ, ഇത്രയും ഞാൻ അരിപ്പയിലോട്ട് ഇട്ട് എന്താണെന്നറിയാമോ? കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കഴുകിയെടുക്കണം. പിന്നെ ഉലുവ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം ഞാൻ ഷുഗറിന് മെഡിസിൻ എടുക്കുന്നതായതുകൊണ്ട് തന്നെ ഉലുവ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരാളിൻ്റെ അളവായതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇത് ഇച്ചിരി കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പമില്ല. ഉലുവ മാത്രം ഷുഗർ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ സൂക്ഷിച്ചെടുക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമരക്കയാണ്. കാരണം നമുക്കിപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫൈബർ കണ്ടൻറ്റ് വേണമല്ലേ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് അമരക്കയാണ്. അപ്പോൾ ഞാനിവിടെ അമരക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ചെറുപയറും അതെ നല്ലപോലെ കഴുകിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അടച്ചു വെച്ച് കുക്കറിൽ ഒരു 5 or 6 വിസിലടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വിസിലടിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇത് തുറന്ന് നോക്കിയിട്ട് വേവ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, 5 or 6 നമ്മൾ ചില പയറൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അത് പയറിൻ്റെ ഉണക്കിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വിസിലടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ചോറ് ഞാൻ സെപ്പറേറ്റ് വെച്ചു. അപ്പോൾ അത് വാർക്കുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് 2 തവി കഞ്ഞി, കാരണം എൻ്റെ ജേട്ട ഇതൊന്നും കഴിക്കൂല, അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ 2 തവി കഞ്ഞിയിലോട്ട് ഇട്ടു. അതിനുശേഷം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ വെളുത്തുള്ളി ഇട്ടില്ല. ഓക്കെ, പിന്നെ ഇതിന് കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഉപ്പ് അതിൻ്റെ അളവൊന്നും നമുക്ക് പറയണ്ട. ഞാനത് ഉപ്പ് ഇട്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു നേരത്തെ പയർ വെച്ചപ്പോൾ. അപ്പോഴും ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറിയൊക്കെ മിനിമലായിട്ട് ഒക്കെ മതിയാവും. എന്തെങ്കിലും നമുക്ക് ചെറിയ കറികളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കഞ്ഞികളൊക്കെ കുടിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ അമരയ്ക്ക വെന്ത് വരുന്ന മണമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും ഗ്യാസ് ഒന്നുകൂടെ കത്തിച്ചിട്ടുണ്ട്. കാരണം ഇത് എല്ലാം കൂടെ ഇനി ഒന്നും കൂടെ സെറ്റ് ആവണം. അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തീരെ കട്ടിയായിപ്പോൾ. ഓക്കെ, അപ്പോൾ കഞ്ഞിക്ക് പാകത്തിന് വേണ്ടുന്ന കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 3 വിസിലും കൂടെ വെച്ച് ഇതൊന്ന് വേവിക്കാം. ഓക്കെ, പിന്നെ ഞാനിതിൽ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടെ ഒന്ന് കീറിയിടുന്നുണ്ട്, കാരണം സ്വല്പം ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തേങ്ങ. ഓക്കെ, ഒരു പിടി തേങ്ങ, ഒരു പിടി ഇല്ല, കുറച്ച് ഒരു 2 സ്പൂണ് തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. തിരുവിയ തേങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ അങ്ങ് ചേർത്തു. ഒരു പച്ചമുളകും കൂടെ ഞാനിതാ കീറിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ജസ്റ്റ് കീറിയിട്ടാൽ മതി, ഒരു എരിവ് അതിൽ നമുക്ക് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഇത് കുക്കർ അടച്ചിട്ട് നമുക്കൊരു 3 വിസിൽ കൂടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ 3 വിസിലടിച്ചു. അതിനുശേഷം ഞാൻ തുറന്നു. അടിപൊളി കഞ്ഞിയാണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരം കഞ്ഞികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാറുണ്ട്. പിന്നെ അതുപോലെ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ചമ്മന്തിപ്പൊടിയുടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് ഞാൻ ചെയ്തത് എപ്പോഴാണെന്നറിയാമോ? പിന്നെ ആടിയിറതിയിലന്ന്, അതായത് പിന്നെ ചിങ്ങം തുടങ്ങുന്നതിൻ്റെ തലേദിവസം, ചിങ്ങം 1-ൻ്റെ തലേദിവസം, കർക്കിടകൻ ലാസ്റ്റ് ഡേ ആണ്. കാരണം അന്ന് ഒരുപാട് പിന്നെ മറ്റുള്ള ജോലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം ജേട്ടന് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇനി സെപ്പറേറ്റ് കറികളൊന്നും വയ്ക്കാൻ വേണ്ടി ഞാൻ മടിച്ചു. അപ്പോൾ ഒരു തോരൻ ഞാൻ വെച്ചു, ജേട്ടന് വേണ്ടി ഒരു അമരയ്ക്ക തോരൻ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കപ്പം ഇതായപ്പം അതിനകത്ത് എല്ലാം ഉണ്ട്. ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അല്ലേ, കുറച്ച് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ആശാളിയൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ. ചെറിയ ജീരകം, ആശാളി, ഉലുവ, ഇത്രയും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തീരാത്തത്രയും ഉണ്ട്. ഒരു ഇതിലൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ഇത് 3-ൻ്റെയും. ഇതിന് മുന്നേ ഉള്ള ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ചേർക്കാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മുരിങ്ങയില ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ കർക്കിടകത്തിൽ മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാതിരുന്നത്. അപ്പം പിന്നെ അതും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്.
അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എല്ലാവരും കമൻ്റ് ഒക്കെ ഇടുക. ഓക്കെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.